ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സോയാബീൻ വെച്ചിട്ടൊരു സോയ 65 ഉണ്ടാക്കാം. അതിനു വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുമ്പോൾ ഉപ്പ്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് കഴുകിയെടുത്ത് സോയാബീൻ കൂടിയിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ സോയാബീൻ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മൈദപ്പൊടിയും കോൺഫ്ലവർ പൊടി കൂടിയിട്ട് പിന്നെ ചെറുനാരങ്ങയുടെ പാതി കൂടെ ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തു. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കാൻ നല്ല ഫ്രൈ ആയിരിക്കുന്ന സോയാബീൻ കാണാൻ നല്ല ഭംഗിയില്ലേ? അത് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമ്മളതിൽ കുറച്ച് വേപ്പില കൂടി നല്ല സൗണ്ടിൽ പൊട്ടി വരുന്ന കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഈ വേപ്പിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതിനുശേഷം ആ പാനിലെ എണ്ണയൊക്കെ മാറ്റി പുതിയ എണ്ണ വെച്ചിട്ട് അതിൽ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ചെറുതായി അരിഞ്ഞിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തു. അതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴത്തേന് അതിൽ വറുത്ത് വെച്ചിരിക്കുന്ന കരിവേപ്പിലയും സോയാബീനും ഇട്ട് നല്ലപോലെ കൂട്ടി ചെയ്തെടുക്കുക. നമ്മുടെ സോയ 65 ഇതാ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണേ. ബൈ.